ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. തിരോധാന കേസിൽ നിന്ന് കൊലപാതക കേസാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം ചേർത്തല കോടതിയിൽ റിപ്പോർട്ട് നൽകി. കൊലപാതക കുറ്റം ചുമത്തിയ കാര്യവും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. സെബാസ്റ്റിനായി ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷയും നൽകും. ശരണ്യ സ്നേഹജൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ശരണ്യ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അക്കാര്യത്തിലൊരു വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളതല്ലേ? ഇത് കൃത്യമായി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും രഞ്ജിത്ത്, ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഇതൊരു കൊലപാതകമാണ് എന്ന് ആക്ഷൻ കൗൺസിലും ബിന്ദുവിന്റെ ബന്ധുക്കളും ആരോപിച്ചിരുന്നു. പക്ഷേ അതിലേക്കുള്ള ഒരു തെളിവ് അന്വേഷണ സംഘത്തിന് ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ കേസിന്റെ ഒരു കാലപ്പഴക്കം തന്നെയായിരുന്നു. ബിന്ദു പത്മനാഭനെ 2006 കാണാതായി എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ 2017 ബിന്ദുവിന്റെ സഹോദരൻ പരാതി നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ ബിന്ദു എവിടെ എന്നുള്ളത് കണ്ടെത്താനായി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. ആദ്യം പട്ടണക്കാട് പോലീസ് അന്വേഷിച്ചിരുന്ന കേസ് പിന്നീട് ചേർത്തല ഡിവൈഎസ്പിക്ക് കൈമാറുകയും അത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് പിന്നീട് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ, അതായത് ജൈനമ്മ തിരോധാനം അടക്കമുള്ള സംഭവങ്ങൾ വരികയും ജൈനമ്മയുടേത് കൊലപാതകമാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയും അതിൽ സെബാസ്റ്റ്യൻ പ്രതി ചേർക്കപ്പെടുകയും ഒക്കെ ചെയ്തതോടെയാണ് ഇപ്പോൾ പുതിയ ഒരു നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയിട്ടുള്ളത്. അതായത് സാഹചര്യ തെളിവുകൾ പരിശോധിക്കുമ്പോൾ ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ള ഒരു നിഗമനം തന്നെയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ആ ഒരു റിപ്പോർട്ടിന്മേലാണ് ഇതിലെ വകുപ്പുകൾ സെക്ഷൻസ് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് IPC 302 നേരത്തെ KP ആക്ട് 57 പ്രകാരം തിരോധാനത്തിനായിരുന്നു, മിസ്സിംഗ് കേസായിരുന്നു എടുത്തിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇപ്പോൾ സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ട സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ 302 വകുപ്പ് IPC 302 വകുപ്പ് ചുമത്തിയിട്ടാണ് ഇപ്പോൾ ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഈ വകുപ്പുകൾ മാറ്റി എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് കോടതിയിൽ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് സംഘം നൽകിയിട്ടുള്ളത്. ഇനിയുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതാണ്. നിലവിൽ ഏറ്റുമാനൂർ കോടതിയുടെ റിമാൻഡിൽ കോട്ടയം ജില്ലാ ജയിലിലാണ് സെബാസ്റ്റ്യൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റുമാനൂർ കോടതി വഴി ഫോർമൽ അറസ്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം പോവും. അവര് കോട്ടയത്ത് സെബാസ്റ്റ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം അവിടുത്തെ റിമാൻഡിൽ ഇരിക്കുന്ന പ്രതിയായതുകൊണ്ട് തന്നെ കോടതി അനുമതിയോടുകൂടി ആലപ്പുഴയിലേക്ക് കസ്റ്റഡിയിൽ കൊണ്ടുവരും. രഞ്ജിത്ത്, അതാണ് ക്രൈംബ്രാഞ്ചിന്റെ ഇനിയുള്ള നീക്കം എന്നാണ് മനസ്സിലാകുന്നത്. ശരണ്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്.